ഹായ് ഹലോ കേതിൻ്റെ ഏതിൻ തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കല്ലേ. നമുക്കിന്ന് എരിവും പുളിയൊക്കെയുള്ള ഒരു അടിപൊളി മീൻകറി വെച്ചാലോ. നമ്മൾ അടിപൊളി വരാൽ കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വരാലാണേ. അതിനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ചട്ടി ചൂടായപ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു 5-6 ചുവന്നുള്ളി, കൊച്ചുള്ളി സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു. 5 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതിനാവശ്യമില്ല. പിന്നെ 2 പച്ചമുളകല്ല, ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. അത് വാടി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എൻ്റെ കറിവേപ്പ് പോയതുകൊണ്ട് നമ്മൾ വാങ്ങിയ കറിവേപ്പിലയാണേ. അതും ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. നമ്മൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക, കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളും മസാലകളെല്ലാം കരിഞ്ഞു പോകും. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, അല്ലാത്തതല്ല. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മീനൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വേണം കറി വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഫ്ലെയിം ഓഫാണെന്ന് ഓർക്കണം. ഫ്ലെയിം ഓണാക്കിയ ശേഷം 2-3 കപ്പ് വെള്ളം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം. ഇത് ഒരുപാട് ഇങ്ങനെ ലൂസായ കറിയല്ല, കുറുകിയിരിക്കണം ഇതിൻ്റെ കറി. ഇതിലേക്ക് നമ്മൾ 1 കഷ്ണം കുടംപുളിയും കൂടെ ചേർക്കണം. നന്നായിട്ട് കഴുകി വേണം ചേർക്കാൻ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കറി അടച്ച് വെക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമേ നമുക്കിതിൽ മീൻ ചേർക്കാൻ പാടുള്ളൂ. മീനും അത്യാവശ്യം വേവുള്ളത്. അങ്ങനെ നല്ല കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആകെ 4 കഷ്ണമേ എടുത്തിട്ടുള്ളൂ. ഇത് 4 കഷ്ണം തന്നെ 1/2 കിലോയിൽ മേളിലുണ്ട്. അങ്ങനെ മീനൊക്കെ ഇട്ടൊന്ന് ചുറ്റിച്ച്, മീൻ ഇട്ട് നമ്മൾ തവി ഇടാൻ പാടില്ല, ചുറ്റിച്ച് അടച്ച് വേവിക്കുക. നന്നായിട്ട് വേവുണ്ട് ഈ മീൻ. നമ്മുടെ കടൽ മീനേക്കായി വേവ് കൂടുതലായി കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീൻ എന്ന് വെച്ച് പൊടിച്ച് കളയരുത്. ഞാൻ അതിലേക്ക് 2-3 തേങ്ങാപ്പൂളും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തേങ്ങാപ്പൂളും കൂടി ഇടുമ്പോൾ. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ തേങ്ങാപ്പൂൾ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കറിയൊക്കെ കുറുകി പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഒരുപാട് അങ്ങെടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ അങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക മണമാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മണം വരുമ്പോഴേ വായിൽ കപ്പലോടും. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പം, ചപ്പാത്തി, ചോറ്, ചീനി, എല്ലാത്തിൻ്റെയും കൂടെ. ചീനി എന്ന് പറഞ്ഞാൽ കപ്പ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ മീൻ പീസ് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല എരിവുള്ള കറിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റ, ഓക്കെ, ബൈ ബൈ.